കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ശബ്ദവും CPM-ന്റെ ആലപ്പുഴയിലെ അനിശ്ചിത നേതാവുമായിരുന്ന ജി സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 6.5 പതിറ്റാണ്ടോളം നീണ്ട വിപ്ലവ പാരമ്പര്യമുള്ള ഒരു നേതാവ് തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പാർട്ടിയുമായി പരസ്യമായി പോരിലേക്ക് നീങ്ങുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. വിവാദം കൊഴുക്കുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ജി സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. തന്നെ പരിഹസിച്ച് ചിരിച്ചുവെന്ന സുധാകരന്റെ ആക്ഷേപത്തിന് മറുപടിയായാണ് ഈ വിളിയെത്തിയത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് താൻ ചിരിച്ചത്. സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഗോവിന്ദൻ വിശദീകരിച്ചു. പാർട്ടി അംഗത്വം പുതുക്കണമെന്നും അദ്ദേഹം സുധാകരനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഈ വിശദീകരണങ്ങളൊന്നും സുധാകരനെ തൃപ്തിപ്പെടുത്തിയില്ല. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും അംഗത്വം പുതുക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കിയത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രമേൽ ആഴത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറിയല്ല സുധാകരന്റേത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാർട്ടിയിൽ അദ്ദേഹം അനുഭവിച്ചു വരുന്ന അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും സ്വാഭാവികമായ പരിസമാപ്തിയാണിത്. പാർട്ടി ചരിത്രത്തിൽ സുപ്രധാനമായ പുന്നപ്ര വയലാർ വാരചരണ പരിപാടികളിൽ നിന്നും സുധാകരനെ ബോധപൂർവം ഒഴിവാക്കി എന്നത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് വലിയ ചുടുകാട്ടിൽ തനിച്ചെത്തി പുഷ്പാർച്ചന നടത്തിയത് പാർട്ടിക്കുള്ളിലെ അധികാര വടംവലിയുടെ പരസ്യ പ്രകടനമായിരുന്നു. സ്വന്തം വീടിനടുത്തുള്ള നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും തന്നെ ക്ഷണിച്ചില്ല എന്നത് സുധാകരൻ ഉയർത്തുന്ന പ്രധാന പരാതിയാണ്. മുതിർന്ന നേതാവായി തന്നെ ബോധപൂർവം തഴയുന്നതിലൂടെ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി R നാസറും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് സുധാകരന്റെ ആക്ഷേപം. ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതും അദ്ദേഹത്തെ നിരാശനാക്കി. ജി സുധാകരനും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങിയത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെയാണ്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന പാർട്ടി നയത്തിന്റെ പേരിൽ സുധാകരന് അമ്പലപ്പുഴയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടു. പകരം സലാമിനെയാണ് പാർട്ടി അവിടെ നിശ്ചയിച്ചത്. സലാമിന്റെ വിജയത്തിന് സുധാകരൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നും പ്രചാരണത്തിൽ നിർജീവമായിരുന്നുവെന്നും ആരോപിച്ച് പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്തി. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എളമരം കരീം, KJ തോമസ് എന്നിവരടങ്ങിയ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചു. അന്വേഷണ വേളയിൽ താൻ 19 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് തെളിവുകൾ സഹിതം 24 പേജുകൾ സത്യവാങ്മൂലം അദ്ദേഹം സമർപ്പിച്ചു. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2021 നവംബറിൽ CPM സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചു. ഇത് അദ്ദേഹത്തിന് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സുധാകരന്റെ നീക്കം CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആലപ്പുഴയുടെ വികസനത്തിന് വലിയ പങ്കുവഹിച്ച സുധാകരന് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വലിയ ജനപിന്തുണയുണ്ട്. അദ്ദേഹം കളത്തിലിറങ്ങിയാൽ CPM-ന്റെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം UDF ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. സുധാകരൻ സ്വതന്ത്രമായി നിന്നാൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി ആലോചിക്കുന്നുമുണ്ട്. ഇടതുപക്ഷത്തെ ഒരു കരുത്തരെ സ്വന്തം പക്ഷത്തേക്ക് ആകർഷിക്കാനായിട്ടില്ലെങ്കിലും CPM വിരുദ്ധ വോട്ടുകൾ ഒരുമിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് പ്രതിപക്ഷം കരുതുന്നു. തിരുവനന്തപുരത്ത് ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ സുധാകരന്റെ ഈ വിമത നീക്കം പ്രധാന ചർച്ചാ വിഷയമാകും. ഒരു മുതിർന്ന നേതാവിനെതിരെ കർശനമായ നടപടി എടുത്താൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും എന്നാൽ പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നുമുള്ള പ്രതിസന്ധിയിലാണ് നേതൃത്വം. MA ബേബിയെ പോലുള്ള കൂടുതൽ മുതിർന്ന നേതാക്കളെ ഉപയോഗിച്ച് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുമെങ്കിലും സുധാകരൻ വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. ജി സുധാകരനെ പോലൊരു നേതാവ് പാർട്ടി വിടുന്നത് കേവലം ഒരു വ്യക്തിയുടെ വിടവാങ്ങൽ മാത്രമല്ല. വികസന നായകൻ എന്ന പ്രതിച്ഛായം ആലപ്പുഴയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാണ്. അദ്ദേഹത്തിന്റെ പുറത്തു പോകൽ CPM-ന് പ്രത്യയശാസ്ത്രപരമായും പ്രായോഗികമായും വലിയൊരു പരിക്കായിരിക്കും. വിപ്ലവ കവിതകളിലൂടെയും വികസന പ്രവർത്തനങ്ങളിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച സുധാകരൻ ഇനി ഏതു വഴിയെ സഞ്ചരിക്കുമെന്നത് കേരളം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. ജി സുധാകരന്റെ പരാതികൾ ന്യായമാണെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം സമ്മതിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി പടലപ്പിണക്കങ്ങൾ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അച്ചടക്കവും വികാരവും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ തീരുമാനിക്കും. ജി സുധാകരൻ CPM നേതൃത്വം തമ്മിൽ പോര് മുറുകുമ്പോൾ മുൻപ് അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളും ഇന്ന് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രധാനമായും 2021 തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നവർക്കെതിരെ അദ്ദേഹം നടത്തിയ അരിവാൾ ചുറ്റിക നക്ഷത്ര പരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാർട്ടിക്കുള്ളിലെ ക്രിമിനലുകളെ കുറിച്ചും രാഷ്ട്രീയ കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ചും അദ്ദേഹം പലപ്പോഴും തുറന്നടിച്ചിട്ടുണ്ട്. തന്നെ തഴഞ്ഞ സന്ദർഭങ്ങളിൽ പാർട്ടി എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ ആ പ്രസ്ഥാനത്തെ ചിലർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് വീഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനോട് താനൊരു ചതിയനല്ല, രക്തസാക്ഷികളുടെ മണ്ണിൽ വിപ്ലവം വളർത്തിയവനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അടുത്തിടെ പുന്നപ്ര വയലാർ സ്മാരകത്തിൽ തനിച്ച് പുഷ്പാർച്ചന നടത്തിയ ശേഷം
എന്റെ കമ്മ്യൂണിസം ഹൃദയത്തിലുള്ളതാണ്, അതിനാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നേതൃത്വത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. അധികാരം കിട്ടുമ്പോൾ വിനയം വേണമെന്നും നേതാക്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചിരിച്ചു കളിക്കുകയല്ല വേണ്ടതെന്നും MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരുന്നു. പ്രസ്താവനകളെല്ലാം തന്നെ അദ്ദേഹം പാർട്ടി വിടാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്.